എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് 1000 നന്ദി പറയുവാണ്. കാരണം മാതാവ് ഈ ചാനലിൽ നടത്തുന്ന ലൈവിലൂടെ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിലൂടെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ പ്രശ്നങ്ങളിലൊക്കെ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. ലൈവിൽ ആരൊക്കെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നോ അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന മക്കളായിക്കോട്ടെ, എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ, മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണത്. അപ്പോൾ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നേരിട്ട് സമർപ്പിച്ച് നോക്കിയേ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് സമർപ്പിച്ച് നോക്കിയേ. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. കാരണം അമ്മ മാതാവ് ആരൊക്കെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുത്തോ അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അമ്മ മാതാവ് വെളിപ്പെടുത്തിയൊരു കാര്യമാണ് ജോയിൻ ചെയ്ത് നിങ്ങൾ ലൈവിൽ ഭക്തിയോടുകൂടെ, അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ പങ്കുചേരുക, നിങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് അമ്മ മാതാവിനോട് സമർപ്പിക്കുക എന്നുള്ളത്. ലൈവിൽ ആരൊക്കെ ജോയിൻ ചെയ്ത് പങ്കെടുക്കുന്നോ അവർക്ക് 3 പ്രോമിസാണ് അമ്മ നൽകിയിരിക്കുന്നത്. ആരൊക്കെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നോ എല്ലാ ദിവസവും വൈകിട്ട് 7:30 ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. ആരൊക്കെ പങ്കെടുക്കുന്നോ അവർക്ക് അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന 3 പ്രോമിസാണുള്ളത്. അതായത് ഒന്നാമത്തെ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘായുസ്. ആരൊക്കെ ലൈവിൽ പങ്കെടുക്കുന്നോ അവർക്ക് ദീർഘായുസ് ലഭിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും കുടുംബത്തിലുണ്ടാവുകയും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാവും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രോമിസാണ് മൂന്നാമത്തത്. അതായത് നിങ്ങൾക്കൊരു അപകടവും കൂടാതെ അമ്മ നിങ്ങളെ സംരക്ഷിക്കും. ഒരപകടവും കൂടാതെ അമ്മ നിങ്ങളെ സംരക്ഷിക്കും. ഈ 3 കാര്യങ്ങളാണ് അമ്മ മാതാവ് പ്രോമിസ് ചെയ്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോമിസിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുക. ആ നിമിഷം മുതൽ നിങ്ങൾ അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന പ്രോമിസിലാണ് ഉള്ളത്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ എല്ലാവരുടെയും കാര്യത്തിലുണ്ടാകുന്നുണ്ട്. എല്ലാവരുടെയും കാര്യത്തിൽ ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്, വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. ഇപ്പോൾ പറയുമ്പോൾ പോലും അമ്മ മാതാവ് ആരൊക്കെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുത്തോ അവരെല്ലാവരെയും അമ്മ മാതാവ് വെളിപ്പെടുത്തി കാണിച്ചു തരുന്നുണ്ട്. അവരെല്ലാവരെയും സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അവർ കടന്നു പോകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ ഏതൊക്കെ മക്കൾ പങ്കെടുക്കുന്നോ, ആരൊക്കെ പങ്കെടുക്കുന്നോ, എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നോ ആ മക്കളെല്ലാവരും തന്നെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുക. അമ്മ മാതാവ് ലൈവിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്തു, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർക്ക് സാമ്പത്തിക നേട്ടം കൊടുത്തു, അതുപോലെ തന്നെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ സുഖപ്പെടുത്തി, അതുപോലെ തന്നെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് നൽകി, ജപ്തി വക്കിലുള്ളവരെ അവിടുന്ന് രക്ഷിച്ചു, കടബാധ്യതയുള്ളവരെ കടം വീടുവാനായിട്ട് അമ്മയുടെ സഹായമുണ്ടായി. അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ലൈവിൽ നിർബന്ധമായിട്ടും പങ്കുചേരുക. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഞാൻ ഉറപ്പ് പറയുന്നു തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ്. അമ്മ മാതാവിനോട് നമ്മൾ നേരിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നത്. അവിടെ വേറെ ആരുമില്ല. അമ്മ മാതാവിൻ്റെ ഇടപെടൽ എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ ഒരു അവസരം നമ്മൾ മാതാവിനോട് ചേർന്ന് നിൽക്കാൻ ലഭിച്ചൊരു അവസരമാണ്. ആ അവസരം നമ്മൾ എപ്പോഴും മാതാവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മളത് ഉപയോഗിക്കുക. നമ്മൾ മാതാവിനോട് ചേർന്ന് നിൽക്കുക. അമ്മ മാതാവ് നമുക്ക് കാണിച്ചു തന്നൊരു വഴിയാണ്. അമ്മ മാതാവിനോട് ചേർന്ന് നിൽക്കുക, അത് നിരസിക്കാതിരിക്കുക. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളും ഈ പ്രാർത്ഥനയിൽ അധിക ഭക്തിയോടുകൂടെ പങ്കുചേർന്ന് ഈ പ്രാർത്ഥന കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടിടുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ കമൻ്റായിട്ടിടുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് മറ്റ് മക്കളെയും കൂടെ അമ്മ മാതാവിലേക്ക് അടുപ്പിക്കുക. അവരെയും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ച് മാതാവിനോടുള്ള ലൈവിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെയും ആ പ്രോമിസിൽ അവരെയും കൂടെ പങ്കെടുപ്പിക്കുക. അമ്മ മാതാവിൻ്റെ ഇടപെടൽ എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളും ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നതാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അമ്മ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഏതെങ്കിലും മക്കൾ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ അവരുടെ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ട് അവരുടെ കടബാധ്യതയൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ, ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ ജപ്തിയൊക്കെ ഒഴിവായിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ജോലി ലഭിക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവർക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ജോലി സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവ്, ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, ടിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, ഇവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. ജോലി സംബന്ധമായ ഏത് ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് ഏതെങ്കിലും സംഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, സ്വർണം, പണം, അത്തരം സംഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അമ്മേ മാതാവ് അത് തിരിച്ചു കിട്ടുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് അമ്മ മാതാവിനോട് വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭവനം ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. സ്ഥലം വിൽക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവർക്കത് സാധിച്ചു ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഏതെങ്കിലും മക്കൾ സന്തോഷമില്ലാതെ സങ്കടത്തോടെ ടെൻഷനോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ആ മക്കളുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അവരെ ടെൻഷനൊക്കെ ഫ്രീ ആക്കി സന്തോഷവും സമാധാനവും ആ കുടുംബത്തിൽ കൊണ്ടുവരാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ആ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, രോഗാവസ്ഥയിൽ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ്, അവരുടെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. കിടപ്പിലായവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ജന്മന ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അവരുടെ ജീവിതം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കളുടെ കുടുംബങ്ങൾ മക്കൾ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റപ്പെട്ട രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതിയിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ്, ആ കുടുംബത്തിനെ അത്തരത്തിലുള്ള പൈശാചികപരമായിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് വിടുവിക്കണമേ അമ്മേ മാതാവേ. സുരക്ഷിതരാക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെ അമ്മ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു പൈശാചികപരമായിട്ടുള്ള ചിന്താഗതി മാറ്റിക്കൊണ്ട് അതിനെ ഒഴിവാക്കാനുള്ള ഇടപെടൽ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഒരു അപകടവും കൂടാതെ ഈ മക്കളെ കാത്തുകൊള്ളണമേ അമ്മേ മാതാവേ. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മുഴുവൻ മക്കളിലും ഉണ്ടായതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്.